24 ന്യൂസ് ചാനൽ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ തന്തയ്ക്ക് വിളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അഖിൽ മാരാർ. ചാനലിന്റെ ജനകീയ കോടതി എന്ന പരിപാടിയിൽ ചെന്നിരുന്ന് നാറിപ്പുഴുത്തതിന്റെ ചൊരുക്കാണ് അഖിൽ രാജ് എന്ന അഖിൽ കോട്ടാത്തല, അഖിൽ മാരാർ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ വിദ്വാൻ തീർത്തത്. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവുമില്ല. വെറുതെ വളവള വായിട്ടലച്ച് NDA വരെ വെട്ടിലാക്കുന്ന പൊട്ടതരം അടിച്ചുവിട്ട മാരാരെ BJP-ക്കാർ തന്നെ ഇപ്പോൾ സൈബർ ഇടത്തിൽ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. ഒരു മയവും കാണിച്ചില്ല. ഹാഷ്മി എടുത്തിട്ട് വലിച്ചു കീറിയാണ് വിട്ടത്. പരിപാടി കഴിഞ്ഞതോടെ അഖിൽ രാജ് ഇപ്പോൾ എയറിലാണ്. മലയാളികൾ അലക്കി ഉണക്കി വിരിച്ചിട്ടിട്ടുണ്ട്. സുരാജിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, 4 ഓലക്കീറോ ഒരു വെള്ള തുണിയോ എടുത്തോ എന്നെ മൂടാൻ എന്ന്. അതാണ് അവസ്ഥ. അങ്ങനെ കിളിപാറി കലിപ്പിളകി ഹാഷ്മിയെ തന്തയ്ക്ക് വിളിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. അഖിലിനെ താങ്ങുന്നവർ ഈ വാർത്ത കണ്ട് എന്നെ തെറി വിളിക്കുമെന്ന് കൃത്യമായിട്ടറിയാം. അതിനെ വെറുതെ കിടന്ന് കുരയ്ക്കുന്നതായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. ഒരിക്കലും അഖിലിനെ പോലൊരു മാലിന്യത്തെ രാഷ്ട്രീയക്കാരൻ എന്ന് വിളിക്കാൻ കഴിയുകയേയില്ല. ഒരു നിലവാരവുമില്ലാതെ വായിൽ വരുന്നത് വിളിച്ചു കൂവി ഉത്തരം മുട്ടുമ്പോൾ തനിക്ക് നേരെ നിൽക്കുന്നവരെ തന്തയ്ക്ക് വിളിച്ച് അവരെ അധിക്ഷേപിച്ച് 10 കാശ് കിട്ടിയാൽ എങ്ങോട്ടും ചാടുന്ന ഒരാളെ രാഷ്ട്രീയക്കാരനായി എങ്ങനെ കാണാനാകും? CPM-കാരനായിരുന്നുവെന്നും കോൺഗ്രസ്സുകാരനായിരുന്നുവെന്നും ഒടുക്കം BJP-കാരനും 2020 വരെ എത്തി. അവിടുന്നും ചാടി നേരെ ഇപ്പോൾ വീണ്ടും BJP-യിലേക്ക് ചാടാൻ കാത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കിട്ടിയ ഫണ്ടിനെ കുറിച്ച് ഉൾപ്പെടെ ഹാഷ്മി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ബബ്ബാടിയായിരുന്നു. എന്ത് ചോദ്യം ചോദിച്ചാലും ഇരുന്നങ്ങ് മെഴുകലാണ്. ഇത് മാത്രമല്ല, ഏറ്റവും വലിയ അടി BJP-ക്കാർക്ക് കിട്ടിയിരിക്കുന്നത് BJP-യെ തന്നെ കുടുക്കുന്നത് പലതും അഖിലിന്റെ വായിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ബിഗ് ബോസിലും സോഷ്യൽ മീഡിയയിലും വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത് പോലെയല്ല സംവാദം. അത്ര എളുപ്പമല്ല എന്ന് ഇപ്പോൾ അഖിൽ മാരാർക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ജനകീയ കോടതിയിൽ തോറ്റതിന് ഹാഷ്മിയോട്. തോറ്റു തുന്നം പാടിയതും പോരാ, ഹാഷ്മിയെ ഇപ്പോൾ തന്തയ്ക്ക് വിളിച്ച് നിർവൃതി കൊള്ളാൻ ശ്രമിക്കുകയാണ് അഖിൽ മാരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹാഷ്മിയുടെയും കോൺഗ്രസ് നേതാവ് ജിൻഡോയുടെയും കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ പുറം പൊളിഞ്ഞു നിൽക്കുന്ന അഖിൽ മാരാരാണ് ഹാഷ്മിക്ക് നേരെ വീണ്ടും കുരച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നെടുനീളത്തിൽ 1-2 പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കിറ്റക്സ് പ്രസൻസ് ജനകീയ കോടതി കണ്ട ശേഷം തലച്ചോറുള്ള ഒരു വിഭാഗം എന്നോട് ചോദിച്ചു, എന്തിനാണ് അഖിലെ ഈ തന്തയ്ക്ക് പിറക്കാത്ത ഹാഷ്മി വിളിച്ചപ്പോൾ ഈ പരിപാടിക്ക് പോയത്? ഇങ്ങനെയാണ് അഖിലിന്റെ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. ഒരു പരിപാടിയിൽ ചെന്ന് കയറി വെള്ളം കുടിച്ചതിന് ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ അവതാരകനെ തന്തയ്ക്ക് വിളിക്കുന്നു. നല്ല ബെസ്റ്റ് നിലവാരമാണ് അഖിൽ മാരാർക്ക് ഉള്ളത്. പക്ഷേ ഇപ്പോൾ അഖിലിനോട് ചിലർ ചോദിച്ചു എന്നാണല്ലോ പറയുന്നത്. വെളിവുള്ള ചിലർ എന്നോട് ചോദിച്ചു എന്തിനാണ് ആ പരിപാടിക്ക് ചെന്ന് കയറി കൊടുത്തത് എന്ന്. ശരിക്കും വെളിവുള്ളവർ ചോദിക്കുന്നത് ഹാഷ്മിയോടാണ്, എന്തിനാണ് ഇതുപോലത്തെ ഉള്ള മാലിന്യങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്ന്. അതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. എന്തായാലും അഖിലിന്റെ ബാക്കി രോദനം കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ആരോടും ഒരു പകയോ വിദ്വേഷമോ ഉള്ളിൽ സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ്. അവരുടെ ചാനൽ, അവരുടെ എഡിറ്റർ. എന്നിരുന്നാലും ഞാൻ പോയത് എനിക്കൊന്നും ഒളിക്കാനില്ലാത്തത് കൊണ്ടും ആരെയും ഭയക്കാനില്ലാത്തത് കൊണ്ടും സത്യം എൻ്റെ ഭാഗത്താണ് എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടുമാണ്. നിലപാടോ പലപാടോ എന്ന വിഷയത്തിൽ തുടങ്ങിയ ചർച്ച, കേരളത്തിൽ BJP-യിൽ ഉയരുന്ന ഫണ്ട് വിവാദം, തൃശൂരിലെ 25 കോടി വിവാദം, ദേവികുളം മുൻ MLA രാജേന്ദ്രൻ പറഞ്ഞത്, BJP സംസ്ഥാന സെക്രട്ടറി പുറത്താവാനുള്ള കാരണം, കഴിഞ്ഞ ദിവസത്തെ PC ജോർജിന്റെ വെളിപ്പെടുത്തൽ. ഇതുമായി കൂട്ടി വായിച്ചാൽ സാബു ജേക്കബ് 2020-ക്ക് വേണ്ടി ആളും പേരുമില്ലാത്ത ഒരു പാർട്ടിക്ക് 19 സീറ്റ് വാങ്ങിയതും 40 കോടി കൈപ്പറ്റിയതും ഞാൻ പറഞ്ഞത് ഹാഷ്മിക്ക് ഒരു പ്രശ്നമേ അല്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചാനലിൽ ഇരുന്ന് ഒരേ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറയുന്ന ഹാഷ്മി എന്നോട് എൻ്റെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, സാബു ജേക്കബിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. ഞാൻ മറുപടി പറയാതിരിക്കാൻ സ്വന്തം മൈക്കിന്റെ വോയിസ് ലെവൽ കൂട്ടിവെച്ചും ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ കട്ട് ചെയ്തും ആഘോഷിച്ചു. തൊണ്ടവയ്യെന്നും ഉച്ചത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഷോ തുടങ്ങും മുൻപ് പറഞ്ഞിട്ടും 1.25 മണിക്കൂർ ഞാനും ഹാഷ്മിയുമായി ആദ്യ ഭാഗത്തിൽ സംസാരിച്ചതിന്റെ അരമണിക്കൂർ കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത ഭാഗത്തിലും ഹാഷ്മിക്ക് ദോഷം വരും എന്ന ഭാഗം മനോഹരമായി കട്ട് ചെയ്തു.
കൈവാക്കിനിരുന്ന അവന്റെ ചെവിക്കല്ല് അണ്ണൻ എന്താ അടിച്ചു പൊട്ടിക്കാഞ്ഞത് എന്ന് കുറച്ചുപേർ എന്നോട് ചോദിച്ചു. സത്യത്തിൽ പറയാനുള്ളതൊക്കെ വ്യക്തമായി അവിടെ ഇരുന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കൊട്ടാരക്കര സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് ചതിച്ചതോ തൃപ്പൂണിത്തുറ പോലൊരു പ്രധാന സീറ്റ് നൽകാത്തതോ ആയിരുന്നില്ല ഞാൻ പാർട്ടി ഉപേക്ഷിച്ചപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങൾ. 3 മാസമായി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത, യാതൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളും താല്പര്യമില്ലാത്ത ഒരു പാർട്ടിയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. അതോടൊപ്പം പൊതുസമൂഹത്തിന് മുന്നിൽ കാശ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ പോയത് എന്ന ആക്ഷേപം ഉയർന്നപ്പോൾ എനിക്ക് ആരുടെയും പണം കിട്ടിയില്ല, പകരം ഞങ്ങളുടെ പേരിൽ സാബു ജേക്കബ് അത് വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പണം ആവശ്യപ്പെട്ട് പാർട്ടിയിൽ പോകുന്നവർ സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത് വാങ്ങും. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും ഹാഷ്മിക്ക് കേൾക്കണ്ട. ഈ മനോരോഗി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടിന് ഞാൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് കണ്ടിട്ടും ജനകീയ കോടതിയിൽ വിളിച്ചപ്പോൾ പോയത് എന്റെ മാന്യതയാണ്. എന്നെ കോൺഗ്രസ് ആക്കി മാറ്റിയ കാലത്തും സവർക്കറെ ഞാൻ തള്ളിപ്പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ഹാഷ്മിക്ക് പൊള്ളേണ്ട കാര്യം എന്താണ്? ആ നിലപാടിൽ എനിക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. കാരണം അത് അവസാനിച്ച അധ്യായമാണ്. BJPക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയണം എന്ന വാശിയാണ് ഹാഷ്മിക്ക്. പലതവണ BJPയുടെ വക്താവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും BJPയുടെ വികസന രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പുണ്ട്, എന്നാൽ മതപരമായ ഭിന്നത ഉയർത്തുന്ന അവരുടെ വർഗീയതയെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഹാഷ്മി പറയുകയാണ് വക്താവായി സംസാരിക്കുന്നേ. എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അന്തം കമ്മികളും സുഡാപ്പികളുമാണ്. ഈ 2 വിഭാഗത്തിന് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഹാഷ്മി. ഒരിക്കൽ പിണറായിയെ വെളുപ്പിക്കാൻ വന്ന് നാണം കെട്ടതിൻ്റെ പ്രശ്നം മാറ്റാൻ സാബു ജേക്കബിനെ വെളുപ്പിക്കാൻ ഇറങ്ങി, അത്രയേ ഉള്ളൂ. അതിൽ എന്നെ എതിർക്കാൻ 3 വിഭാഗം രാഷ്ട്രീയക്കാരും ഉണ്ട് എന്നത് ഹാഷ്മിക്ക് ഗുണം ചെയ്തു. അല്ല, ഗുണം ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്തും പറയാൻ അനുവദിക്കാതെ ആക്ഷേപിച്ച് രസിക്കുകയും ചെയ്തു. ഈ ചർച്ച കണ്ട ബോധ്യമുള്ള മനുഷ്യർക്ക് എല്ലാം കാര്യവും പിടികിട്ടി. ഇനി ഹാഷ്മിയോട് ഒരു ചോദ്യം. ഇതേ തലക്കെട്ട്, ഇതേ വിഷയം ലൈവായി എന്നോട് സംവദിക്കാൻ സാധിക്കുമോ? ഒരുപാടൊന്നും വേണ്ട, 5 നിലപാടുകൾ പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞത് മാത്രം മതി. ചാനലിൽ നിന്ന് തരുന്ന ലൈവ് നിർദ്ദേശങ്ങളും എഡിറ്റും കട്ടുമില്ലാതെ നീ ഇനി ഒരു 5 ജന്മം ജനിച്ചാലും സത്യം എൻ്റെ ഭാഗത്തുള്ള ഒരു വിഷയത്തിലും സംസാരിച്ച് എന്നെ കീഴ്പ്പെടുത്തില്ല. വേണമെങ്കിൽ കൂവി തോൽപ്പിക്കാം. തൈറോയിഡ് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് എൻ്റെ തൊണ്ട പെട്ടെന്ന് അടയ്ക്കും. ചർച്ച കേട്ട ജനങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഉദ്ദേശ ശുദ്ധി എന്തെന്നും കിറ്റക്സ് പ്രസൻസ് ജനകീയ കോടതിയുടെ ഉദ്ദേശം എന്തെന്നും. വാൽകഷ്ണം. പഴയ ജനകീയ കോടതിയുടെ കമന്റ് ബോക്സ് ഉൾപ്പെടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അന്നും എഡിറ്റും കട്ടും ചെയ്ത ആളാവാൻ നോക്കി. അവസാനം അൺകട്ട് ഇട്ടപ്പോൾ കുരു പൊട്ടിയതും ജനം കണ്ടു. നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇതായിരുന്നു അഖിൽ മാരാറിന്റെ ഹാഷ്മിയെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ പോസ്റ്റ്. ഇതിൽ സാബു ജേക്കബിനെയും 2020യെയും ഒക്കെ വിമർശിച്ച് അഖിൽ മാരാർ ചില നിലപാടുകൾ പറഞ്ഞല്ലോ. അതായത് ഊരും പേരും ഇല്ലാത്ത പാർട്ടി എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് ഈ അഖിൽ മാരാർ പറഞ്ഞത്. ഈ അഖിൽ മാരാർ എവിടെ ചെന്നാലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വലിയ നിലപാടിന്റെ ആളാണ്, മറ്റേയാളാണ്, മറിച്ചയാളാണ്, പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി പിന്നോട്ടേക്ക് പോകില്ല എന്നൊക്കെ സ്ഥിരം ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അഖിൽ മാരാരോട് ചോദിക്കാനുള്ളത്, കാരണം എല്ലാം അങ്ങ് രാഷ്ട്രീയം മുഴുവൻ ചുരുട്ടി വിഴുങ്ങിയിട്ടുണ്ട് എന്നാണല്ലോ ഈ പറയുന്ന അഖിൽ മാരാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആളും പേരുമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ എന്തിനാണെന്നേ പോയത്? ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങൾ എന്തിനാണെന്നേ മത്സരിച്ചത്? ഇപ്പോൾ സാബു ജേക്കബ് നിങ്ങളെ വന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ റെപ്രസെന്റായി നിന്നൊന്ന് മത്സരിക്കാമോ എന്ന് പറയുമ്പോൾ എനിക്ക് സൗകര്യമില്ല, നിങ്ങളുടെ ആളും പേരും ഇല്ലാത്ത പാർട്ടിയിൽ വരാൻ എന്നങ്ങ് പറഞ്ഞാൽ പോരെ?